വരും മാസങ്ങളിൽ ഇസ്രയേൽ രാഷ്ട്രീയം കലുഷിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. അഭിപ്രായ സർവേകൾ നെതന്യാഹുവിന് തിരിച്ചടി പ്രവചിക്കുമ്പോൾ, മറുവശത്ത് അമേരിക്കയുടെ പിന്തുണയോടെ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കുകയാണ്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള സൗഹൃദം കേവലം ഒരു പുകമറ മാത്രമായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ മാറ്റം വരുത്താൻ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ അന്തിമ ഫലം എന്തായാലും അത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മാത്രമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയുടെയും ആഗോള രാഷ്ട്രീയത്തിന്റെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഈ ഘടനാപരമായ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടും. ഡൊണാൾഡ് ട്രംപിന്റെ ഈ അണിയറ നീക്കങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുമോ, അതോ അദ്ദേഹം വീണ്ടും ഒരു അത്ഭുത തിരിച്ചുവരവ് നടത്തുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അണിയറകളിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദത്തിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ സജീവമാകുന്നതായാണ് സൂചനകൾ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം രഹസ്യമായ നീക്കങ്ങൾ നടത്തുന്നുവെന്ന ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ജെറുസലേമിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഉലച്ചിരിക്കുന്നത്. പരസ്യമായി നെതന്യാഹുവിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തെ ഒരു പോരാളി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുമ്പോഴും, ട്രംപിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ ഇസ്രയേലിലെ പ്രതിപക്ഷ നിരയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രയേലിൽ ഉടൻ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നെതന്യാഹുവിന് ഒട്ടും അനുകൂലമല്ലെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും നെതന്യാഹുവിന്റെ കസേരയ്ക്ക് ഭീഷണിയാകുമ്പോൾ, അമേരിക്കൻ ഭരണകൂടം ഇസ്രയേലിൽ ഒരു ബദൽ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന വാദത്തിന് ഇത് ഫലം നൽകുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇസ്രയേലിലെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളുമായി ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്, മുൻ ഇസ്രയേൽ പ്രതിരോധ സേനാ മേധാവി ഗാദി ഐസൻഗോട്ട് എന്നിവരുമായി ട്രംപിന്റെ പ്രതിനിധികൾ പ്രധാനമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. നെതന്യാഹുവിന് ശക്തനായ ഒരു ബദലായി ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന നേതാക്കളാണ് ഇരുവരും. ഇസ്രയേലിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ ഇവർ വഹിക്കാൻ പോകുന്ന പങ്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വാഷിംഗ്ടണിന്റെ ഈ നീക്കങ്ങൾ. പ്രതിപക്ഷ നേതാക്കളായ നഫ്താലി ബെനറ്റും ഗാഡി ഐസൻഗോട്ടും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന ചർച്ചകളുടെ ഉള്ളടക്കം പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളുമാണ് പ്രധാന ചർച്ചാ വിഷയമെന്നാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കുള്ളിലും ഇപ്പോൾ അസംതൃപ്തി പുകയുന്നുണ്ട്. തുടർച്ചയായ യുദ്ധവും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം നേരിടുന്ന ഒറ്റപ്പെടലും പാർട്ടിക്കുള്ളിലെ പല മുതിർന്ന നേതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പാർട്ടി തകരുമെന്ന് ഭയക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ ലിക്വിഡിനുള്ളിൽ തന്നെയുണ്ട്. അമേരിക്കൻ ഭരണകൂടം പ്രതിപക്ഷവുമായി കൈകോർക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടെ നെതന്യാഹുവിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും കലാപക്കൊടി ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ രക്ഷാധികാരിയായ അമേരിക്ക തന്നെ നെതന്യാഹുവിനെ കൈവിടുന്നു എന്ന സൂചന നൽകുന്നത് മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും ഈ നീക്കങ്ങളെ അതീവ താൽപര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. നെതന്യാഹുവിനു ശേഷം ഇസ്രയേലിൽ കൂടുതൽ സമാധാനകാംക്ഷിയായ ഒരു ഭരണകൂടം അധികാരത്തിൽ വരികയാണെങ്കിൽ അത് മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് അവരും കരുതുന്നു. എങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇസ്രയേൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം ഇതിനു മുൻപും സമാനമായ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലെ ദേശീയ വികാരത്തെയും സുരക്ഷാ ഭീഷണികളെയും തനിക്ക് അനുകൂലമായ വോട്ടുകളാക്കി മാറ്റാനുള്ള അസാധാരണമായ വൈഭവം നെതന്യാഹുവിനുണ്ട്. അമേരിക്കൻ ഇടപെടലുകളെ ഇസ്രയേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളും അദ്ദേഹം പയറ്റിയേക്കാം.
മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഇസ്രയേലിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. നെതന്യാഹുവിനെ പോലെ തന്നെ തീവ്രമായ നിലപാടുകൾ ഉള്ള ആളാണെങ്കിലും അമേരിക്കയുമായി കൂടുതൽ പ്രായോഗികമായ നയതന്ത്ര ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ട്രംപ് ക്യാമ്പ് വിശ്വസിക്കുന്നു. മറുവശത്ത് സൈനിക പശ്ചാത്തലമുള്ള ഗാഡി ഐസൻകോട്ട് ഇസ്രയേൽ ജനതയ്ക്കുള്ളിൽ വലിയ ആദരവ് കൽപ്പിക്കുന്ന വ്യക്തിയാണ്. യുദ്ധതന്ത്രങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുള്ള ഐസൻകോട്ടിനെ പോലൊരു നേതാവിന് ഇസ്രയേലിനെ കൂടുതൽ സുരക്ഷിതമായ പാതയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. പരസ്യമായി ട്രംപും നെതന്യാഹുവും തമ്മിൽ മികച്ച സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്തായി ഇരുവർക്കുമിടയിൽ രൂപപ്പെട്ട നയപരമായ വ്യത്യാസങ്ങളാണ് ഈ അകൽച്ചയ്ക്ക് പ്രധാന കാരണം. മധ്യപൂർവേഷ്യയിലെ യുദ്ധവും പ്രാദേശിക സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ട്രംപിന്റെ പല നിർദ്ദേശങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നെതന്യാഹു തയ്യാറായിരുന്നില്ല. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള രാഷ്ട്രീയത്തിലും അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ട്രംപിന് ആശങ്കയുണ്ട്. എന്നാൽ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധ സാഹചര്യം നീട്ടിക്കൊണ്ടുപോകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്ന സംശയം ട്രംപിന്റെ അണികൾക്കിടയിലുണ്ട്. തന്റെ മുൻ ഭരണകാലത്ത് ഇസ്രയേലിനായി വലിയ നയതന്ത്ര തീരുമാനങ്ങൾ എടുത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റിയതും അറബ് രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ ബന്ധം സാധാരണ നിലയിലാക്കാൻ അബ്രഹാം ഉടമ്പടികൾ ഒപ്പുവെച്ചതും ട്രംപിന്റെ പ്രധാന നേട്ടങ്ങളായിരുന്നു. മധ്യപൂർവേഷ്യയിൽ വലിയൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ താൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളാണെന്ന ബോധ്യം ട്രംപിനുണ്ടായതായാണ് സൂചന. അതുകൊണ്ട് തന്നെ താൻ വിഭാവനം ചെയ്യുന്ന പുതിയ മധ്യപൂർവേഷ്യൻ നയങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രയേലിൽ കൂടുതൽ വഴങ്ങുന്ന ഒരു ഭരണകൂടം വരണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. ആഭ്യന്തരമായി നെതന്യാഹു നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. നീണ്ടുപോകുന്ന യുദ്ധം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ തകിടം മറിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്നതിൽ ഭരണകൂടത്തിനുണ്ടാകുന്ന പരാജയവും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ജെറുസലേമിലെയും ടെല്ലവീവിലെയും തെരുവുകളിൽ നെതന്യാഹുവിനെതിരെ ദിവസേന എന്നോളം നടക്കുന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഇളക്കുന്നവയാണ്. ഈ ഒരു ദുർബലമായ അവസ്ഥയിലാണ് നെതന്യാഹുവിന് ഇസ്രയേലിലെ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നത്. പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ഒന്നിച്ച് നെതന്യാഹുവിനെതിരെ രംഗത്ത് വരുമ്പോൾ അവർക്ക് ആഗോളതലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നത് ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ വൻ അട്ടിമറികൾക്ക് വഴി തുറക്കും. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഈ രഹസ്യ ഇടപെടലുകൾ പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നത് ഇസ്രയേലിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള താല്പര്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരമേറ്റതു മുതൽ ഇസ്രയേലുമായി കൂടുതൽ ദൃഢമായ ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിച്ചതെങ്കിലും നെതന്യാഹുവിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ അജണ്ടകൾ പലപ്പോഴും ഈ ബന്ധത്തിന് വിള്ളലുണ്ടാക്കി. വൈറ്റ് ഹൗസിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന ധാരണയിൽ ഇസ്രയേൽ കൈക്കൊള്ളുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. വൻ ശക്തിയായ അമേരിക്കയുടെ വാക്കിന് വില കൽപ്പിക്കാത്ത തരത്തിലുള്ള നെതന്യാഹുവിന്റെ പെരുമാറ്റം ട്രംപിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇസ്രയേലിലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ നെതന്യാഹുവിനെ മാറ്റി നിർത്താൻ സാധിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു നയതന്ത്ര വിജയമാകും.